ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റിവീലിംഗ് കേക്കിൻ്റെ ഐസിങ് വീഡിയോ ആയിട്ടാണ്. ഇതിനായിട്ടൊരു വാനില കേക്കാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് ഗ്രീൻ ആപ്പിൾ ക്രഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രം കോട്ട് ചെയ്ത കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. ഒരു സ്ക്രാപ്പറോ ഒരു കാർഡോ എന്തെങ്കിലും വെച്ച് കേക്കിനെ നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ എന്താണ് നമ്മുടെ വിഷസ് എഴുതുന്നത് അത് ഫോണ്ടൻ്റ് പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ന്യൂ ഇയർ കേക്കിൻ്റെ ഓർഡറാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വായനശാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് സെറ്റാക്കിയതിന് ശേഷം കൊടുത്തു വിട്ട് വായനശാലയിൽ എത്തിയതിന് ശേഷമാണ് അവരിതിൻ്റെ ഫൈനൽ വീഡിയോ എനിക്ക് വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കേക്ക് നന്നായി ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഫോണ്ടൻറ്റിൽ ഇതുപോലെ നമ്മൾക്ക് എഴുതി കൊടുക്കാം. ഇത് ഹാപ്പി ന്യൂ ഇയർ 2024 എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു OHB ഷീറ്റോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പേപ്പറോ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പാകത്തിന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വശത്ത് ഒരു ഇത്തിരി പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മളിത് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് ആ ഭാഗം ഒന്ന് പിടിച്ചിട്ട് മുകളിലേക്ക് വലിച്ചു കൊടുത്താൽ ഈ നെയിം നമുക്കിങ്ങനെ കാണാൻ പറ്റും. സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്യുന്ന കേക്ക് ക്രീം അതിൻ്റെ അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ 4 വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുത്ത് പതുക്കെ വേണം ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ. ഒന്നിച്ച് പാലറ്റ് നൈഫ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുത്താൽ ആ പേപ്പർ വെച്ചില്ലേ അത് നമുക്കിങ്ങനെ തെന്നി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് വെച്ച് ഒരു റഫ് ഡിസൈന് മുകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, ഈ സൈഡിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ കാണുന്നുണ്ട് പേപ്പർ, അവിടെയാണ് നമ്മൾ പിടിച്ച് വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ എഡിബിൾ ഫ്ലവറാണ്. ആ OHB ഷീറ്റ് വെച്ച് നമ്മൾ ക്രീം ഇട്ടല്ലോ അതിൻ്റെ മുകളിലാണ് ഈ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ റഫായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് വേഫർ ഫ്ലവേഴ്സാണ്, എഡിബിളാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് ആ ലൈനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കേക്കിനൊരു ബോർഡർ കൂടെ വരച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ബോർഡർ വരക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിട്ടുണ്ട്, ഫോൺ ചാർജ് കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ അത് വായനശാലയിൽ എത്തിയതിന് ശേഷം അവരെടുത്ത വീഡിയോ ആണ് ലാസ്റ്റ്. അപ്പോൾ അതാ ഈ ഭാഗം ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷസ് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് സർപ്രൈസ് കേക്ക് എന്നും അതുപോലെ റിവീലിംഗ് കേക്ക് എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.